ഇന്ന് നമുക്ക് LCM എന്താണ്, എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. LCM എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് ആ സംഖ്യകളുടെ LCM. അതായത് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതം. LCM എല്ലായ്പ്പോഴും തന്നിരിക്കുന്ന സംഖ്യകളിൽ വലിയ സംഖ്യയ്ക്ക് തുല്യമോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയേക്കാൾ വലുതോ ആയിരിക്കും. ഒന്നുകിൽ തന്നിരിക്കുന്ന സംഖ്യ തന്നെയാകാം, തന്നിരിക്കുന്ന സംഖ്യയിൽ വലുതാകാം, അല്ലെങ്കിൽ അതിലും വലുതേ ആവുകയുള്ളൂ. തന്നിരിക്കുന്ന സംഖ്യകൾക്ക് കോമൺ ഫാക്ടറായി ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ LCM ആ സംഖ്യകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. 11, 5 രണ്ട് നമ്പേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ LCM കാണാനായിട്ട് ഇവ തമ്മിൽ കോമൺ ഫാക്ടർ ഒന്നും ഇല്ല, ഒന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതിന്റെ LCM കാണാനായിട്ട് നമ്മൾ 11 × 5 = 55 ആയിരിക്കും ഇതിന്റെ LCM. പിന്നെ സംഖ്യകളുടെ LCM ഒരിക്കലും 0 ആവില്ല. LCM ഒരിക്കലും 0 ആവില്ല. സംഖ്യകളുടെ LCM കാണുന്നതിന് പ്രധാനമായും രണ്ട് രീതികളാണ് ഉള്ളത്. അവ ഡിവിഷൻ മെത്തേഡ്. ഒന്ന് ഡിവിഷൻ മെത്തേഡ്, ഡിവിഷൻ മെത്തേഡ് അഥവാ ഹരണക്രിയാ രീതി. രണ്ടാമത്താണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് അഥവാ ഘടകക്രിയാ രീതി. ഈ രണ്ട് രീതിയിലാണ് പ്രധാനമായും നമ്മൾ LCM കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ അതിൽ ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 24, 60, 40 ഈ മൂന്ന് സംഖ്യകളുടെ LCM എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളത് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 24, 60, 40 അതിനെ ഡിവൈഡ് ചെയ്യുക. ഏറ്റവും ചെറിയ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12, 30, 20 എന്ന് കിട്ടും. again 2 കൊണ്ട് ചെയ്യുമ്പോൾ 6, 15, 10 again 2, 3, 15, 5 വീണ്ടും 5 കൊണ്ട് 3, 1 again 3, 1, 1, 1. ഇപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് 2 × 2 × 2 × 5 × 3 = 120 ആയിരിക്കും LCM. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ മെത്തേഡിൽ LCM കണ്ടുപിടിക്കുന്നത്. നമ്മൾ സ്കൂളുകളിൽ തന്നെ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഈ സെയിം പ്രോബ്ലം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്താൽ ഓരോ സംഖ്യയും നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക, അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഇപ്പം 24ന് കണ്ടുപിടിക്കാവുന്ന ഫാക്ടേഴ്സ് ആണ് 2 × 2 × 2 × 3. ഇതാണ് 24ന്റെ ഫാക്ടേഴ്സ്. അതുപോലെ 60യുടെ ഫാക്ടേഴ്സ് 2 × 2 × 3 × 5 ഇതാണ് 60യുടെ ഫാക്ടേഴ്സ്. 40യുടെ ഫാക്ടേഴ്സും കണ്ടുപിടിക്കുക. 2 × 2 × 2 × 5 ഇങ്ങനെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഇനി കോമൺ ആയിട്ടുള്ളത് നോക്കുക. ഇതിനകത്ത് മൂന്നിലും ഈ 2 കോമൺ ആണ്, ഇവിടെയും 2 കോമൺ ആണ്. ഈ കോമൺ ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ ഒരു 2 എടുക്കുക. ഇവിടുന്ന് ഒരു 2 × ഒരു 2. പിന്നെ ഈ 2 ഉണ്ട്. 2 കോമൺ ഉള്ളതിൽ നിന്നും ഒരു 2 എടുക്കുക. 2 3 അതിൽ നിന്നും ഒരു 3 എടുക്കുക. 2 5 അതിൽ നിന്നും ഒരു 5ഉം എടുക്കുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ LCM കിട്ടുന്നത്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ LCM കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. ഈ രണ്ട് മെത്തേഡ് നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത് കൂടാതെ ഇത് എല്ലാവർക്കും അറിയാവുന്ന മെത്തേഡാണ്. ഇത് കൂടാതെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുമ്പോൾ ഇത്രയും സമയമെടുത്ത് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡും ഡിവിഷൻ മെത്തേഡും ഒക്കെ ചെയ്യുമ്പോൾ വളരെ സമയമെടുക്കുന്നു. അതിനാൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട്
കുറച്ചുകൂടി എളുപ്പത്തിൽ എങ്ങനെ LCM കണ്ടുപിടിക്കാം എന്ന് നോക്കാം. LCM കണ്ടുപിടിക്കാൻ ഒന്നാമത് 2, 3 യുടെ LCM ഓഫ് 2, 3. 2, 3യുടെ LCM കാണണമെങ്കിൽ നമുക്കറിയാം 2നും 3ക്കും കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു LCM കാണാൻ 2 into 3 ചെയ്താൽ മതി. 2 into 3 equal to 6 ആയിരിക്കും അതിൻ്റെ LCM. അതുപോലെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ 5, 6. ഇവിടെയും സെയിം ആണ്, കോമൺ ഫാക്ടർ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ LCM കാണാൻ 5 into 6 equal to 30 LCM. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 4, 8. ഇവിടെ അറിയാം 4, 8 ആണെങ്കിൽ അതിന് കോമൺ ഫാക്ടർ ഉണ്ട്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിനകത്തെ വലിയ നമ്പർ 8 കൺസിഡർ ചെയ്യാം. അതിനകത്തെ വലിയ നമ്പർ 8. ഈ 8ന്റെ ഒരു ഡിവൈസർ ആണോ തൊട്ടടുത്തുള്ള അടുത്ത നമ്പർ എന്ന് നോക്കുക. അപ്പോൾ 8ന്റെ ഒരു ഡിവൈസർ ആണോ അല്ലെങ്കിൽ 4ന്റെ ഒരു മൾട്ടിപ്പിൾ ആണോ 8 എന്ന് നോക്കുക. അതെ, അത് 4നെ 4 into 2 ചെയ്താൽ 8 എന്ന് എഴുതാം. അങ്ങനെ ആ വലിയ നമ്പർ മറ്റേ നമ്പറിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ആ LCM ആ നമ്പർ തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 315ന്റെ LCM കാണാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് നമ്പറിൽ കോമൺ ഫാക്ടേഴ്സ് ഉള്ള നമ്പേഴ്സ് ആണ് എങ്കിൽ അതിനകത്തെ വലിയ നമ്പർ കൺസിഡർ ചെയ്യുക. 15 കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള നമ്പർ 3 എന്ന് പറയുന്നത് 15ന്റെ ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ അറിയാം നമുക്ക് 3 എന്ന് പറഞ്ഞാൽ 3 into 5 15 ആണ്. 3 ഒരു ഫാക്ടർ ആണ്. അതുകൊണ്ട് നമ്മുടെ LCM എന്ന് പറയുന്നത് 15 ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ 30, 45. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിനകത്ത് കോമൺ ഫാക്ടർ ആയിട്ട് 5 വരാം. അപ്പോൾ കോമൺ ഫാക്ടർ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇവിടെ നമ്മൾ സെയിം മെത്തേഡ്, അതായത് നമ്മൾ 45 വലിയ നമ്പർ കൺസിഡർ ചെയ്യുക. 45 കൺസിഡർ ചെയ്തിട്ട് 30 അതിൻ്റെ ഒരു ഡിവൈസർ ആണോ ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. 30 അതിൻ്റെ ഒരു ഫാക്ടർ ആണോ? അല്ല. 30 നോട്ട് ഡിവൈഡ്സ് 45നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം 45 അതിൻ്റെ LCM ആയിരിക്കില്ല. അപ്പോൾ അടുത്ത കണ്ടീഷൻ നമ്മൾ ചെയ്യുന്നത് ഈ 45നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 45നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 90 കിട്ടും. അതിനുശേഷം ഈ 90യുടെ ഒരു ഫാക്ടർ ആണോ 30 എന്ന് ചെക്ക് ചെയ്യുക. അതെ, 30യെ നമുക്ക് 30 into 3 equal to 90 എന്ന് എഴുതാം. അപ്പോൾ 30 അതിൻ്റെ ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് നമ്മുടെ LCM എന്ന് പറയുന്നത് 90 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9, 21, 63 മൂന്ന് നമ്പേഴ്സ്. ഈ 3 നമ്പേഴ്സിൻ്റെ LCM എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ LCM കാണുമ്പോൾ നമ്മൾ പറഞ്ഞു വലിയ നമ്പർ കൺസിഡർ ചെയ്യുക. 63 കൺസിഡർ ചെയ്യുക. 63 കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് ആ 63യുടെ ഫാക്ടർ ആണോ എന്ന് നോക്കുക. നോക്കുമ്പോൾ 9 into 11 63 ആണ്. 21 into 3 ചെയ്താൽ 63 കിട്ടും. അപ്പോൾ 9ഉം 21ഉം 63യുടെ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ LCM എന്ന് പറയുന്നത് 63 ആയിരിക്കും. അപ്പോൾ ആ വലിയ നമ്പർ മറ്റ് രണ്ട് നമ്പേഴ്സിൻ്റെയും ഒരു മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് അതിനെ തന്നെ LCM ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12, 4, 9. 12, 4, 9 ഇതിൻ്റെ LCM കണ്ടുപിടിക്കാൻ നമ്മൾ വലിയ നമ്പർ കൺസിഡർ ചെയ്തു. 12ന്റെ ഫാക്ടേഴ്സ് ആണോ 4ഉം 9ഉം എന്ന് ചെക്ക് ചെയ്യാം. 4 12ന്റെ ഫാക്ടർ ആണ്. 4 into 3 12 ആണ്. പക്ഷെ 9 ഈസ് നോട്ട് എ ഫാക്ടർ. 9 അതിൻ്റെ ഒരു ഫാക്ടർ അല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത കണ്ടീഷൻ
12 into 2, 12 into 2, 24. 24 കൺസിഡർ ചെയ്യുക. 24ന്റെ ഫാക്ടേഴ്സ് ആണോ ബാക്കിയുള്ളത് നോക്കുക. അവിടെ നമുക്കറിയാം 9 is not a factor of 24. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത കണ്ടീഷൻ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇത് 24 LCM അല്ല, അതുകൊണ്ട് അടുത്ത 12 into 3. 12 into 3 equal to 36. Then 36 ഈ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 4 into 9 equal to 36. അപ്പോൾ 4ഉം 9ഉം ഇതിന്റെ ഫാക്ടേഴ്സായി. therefore LCM equal to 36. ഇത്രയും ഫാക്ടറൈസേഷൻ മെത്തേഡൊന്നും ചെയ്യാതെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഫാക്ടർ ആകുന്നില്ല എങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് LCM പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് പ്രോബ്ലം ആണ് 24, 60, 40. ഈ പ്രോബ്ലം നമ്മൾ ആദ്യം ഡിവിഷൻ മെത്തേഡിലും ഫാക്ടറൈസേഷൻ മെത്തേഡിലും നമ്മൾ ചെയ്തതാണ്. ഈ പ്രോബ്ലം നമ്മൾ ഇപ്പോൾ പറഞ്ഞ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം നോക്കാം. 60 എടുക്കുക, വലിയ നമ്പർ 60. 60യുടെ ഫാക്ടേഴ്സ് ആണോ 24, 40 എന്ന് ചെക്ക് ചെയ്യാം. 24, 40 ഇതിന്റെ ഫാക്ടേഴ്സ് അല്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 120. 120 എന്ന് പറയുന്നത് 24ന്റെയും 40യുടെയും മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. 24 into 5. 24 into 5 120 ആണ്. 40 into 3 120 ആണ്. അപ്പോൾ രണ്ടും അതിന്റെ ഫാക്ടേഴ്സ് ആണ്. therefore LCM equal to 120. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം 584. ഈ 584 നമുക്കറിയാം 4 8ന്റെ ഒരു ഡിവൈസറാണ്. പക്ഷേ നമ്മൾ വലിയ നമ്പർ ആയിട്ട് 8 എടുക്കുക. 8നെ 4 ഡിവൈഡ് ചെയ്യും. 4 ഡിവൈഡ്സ് 8 ആണ്. പക്ഷെ 5 8നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് 8 into 2 16 ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു 5 മാത്രമേ നമ്മുടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 16 ചെയ്താൽ 16ന്റെ ഡിവൈസർ ആകുന്നില്ല 5. അടുത്ത 3 കൊണ്ട് ചെയ്താലും ആകുന്നില്ല. ഇനി 5 ഡിവൈസർ ആകണമെങ്കിൽ അത് ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ വരണം. ഇപ്പോൾ നമുക്കറിയാം 8 into 5 ചെയ്താൽ മാത്രമേ അത് ഡിവൈസർ ആവുകയുള്ളൂ. അതുകൊണ്ട് LCM ഇവിടെ 40 ആയിരിക്കും. അതായത് വലിയ നമ്പർ 8 എടുത്തു. 8ന്റെ ഡിവൈസറാണ് 4. പക്ഷെ 5 അതിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 8 into 2 16 വരും. 8 into 3 ചെയ്തിട്ട് കാര്യമില്ല. അതിനാൽ നമ്മൾക്ക് ഈ 5 ഡിവൈസർ ഫാക്ടർ ആകണമെങ്കിൽ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ വരണം. അങ്ങനെ വരണമെങ്കിൽ 8നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ 40 കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ LCM 40 ആവും. നെക്സ്റ്റ് പ്രോബ്ലം 4 സംഖ്യകളാണ്. 2, 4, 32, 8. ഇവിടെ 4 നമ്പേഴ്സ് ആണുള്ളത്. ചെയ്യുന്ന മെത്തേഡ് സെയിം. ആദ്യം വലിയ നമ്പർ കൺസിഡർ ചെയ്യുക 32. 32ന്റെ ബാക്കി നമ്പേഴ്സ് 32ന്റെ ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2ന്റെ ഡിവിസിബിൾ 2 into 16 ചെയ്താൽ 32 ആണ്. അതുകൊണ്ട് 2 ഡിവിസിബിൾ ആണ്. 4 into 8 ചെയ്താൽ 32 കിട്ടും. അതുകൊണ്ട് 4 അതിൻ്റെ ഒരു ഫാക്ടറാണ്. ദെൻ ഇവിടെ തന്നെ 8ഉം ഫാക്ടറാണെന്ന് കിട്ടി. therefore LCM equal to 32. LCM 32 എന്ന് കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം 8, 12, 6, 4. നമ്മൾ വലിയ നമ്പർ കൺസിഡർ ചെയ്യുക 12 കൺസിഡർ ചെയ്തു. ബാക്കിയുള്ള നമ്പേഴ്സ് 8, 6, 4 അതിൻ്റെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കുക. 8 തന്നെ ഫാക്ടർ അല്ല. 8 തന്നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 12 into 2. 12 into 2 24. 24 കിട്ടി. 24ന്റെ ഫാക്ടേഴ്സ് ആണോ ബാക്കിയുള്ളത് നോക്കുക. അപ്പോൾ അറിയാം 8 into 3 24 ആണ്. 6 into 4 24 ആണ്. ഇവിടുന്ന് 8ഉം 4ഉം 6ഉം ഫാക്ടേഴ്സ് ആണ് കിട്ടി. therefore LCM equal to 24. നെക്സ്റ്റ് പ്രോബ്ലം 3, 8, 12, 60. വലിയ നമ്പർ 60 കൺസിഡർ ചെയ്തു. 60യുടെ ഫാക്ടേഴ്സ് ആണോ ബാക്കിയുള്ള 3, 8, 12 എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 3 ഫാക്ടർ ആണ്. 3 ഡിവൈഡ് 60 3 ഫാക്ടർ ആണ്. ബട്ട് 8 60യെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അടുത്തത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്ത സ്റ്റെപ്പ് 60 into 2. 60 into 2 120 കിട്ടി. ഈ 120യുടെ ഫാക്ടേഴ്സ് ആണോ എന്ന് നോക്കാം.
നോക്കാം. 3 into 40 ചെയ്താൽ 120 കിട്ടും. 8 into 15 ചെയ്താൽ 120 ആണ്. 12 into 10 120 ആണ്. അപ്പോൾ 3ഉം 8ഉം 12ഉം ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. therefore LCM equal to 120. എല്ലാം ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് LCM പെട്ടെന്ന് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് പ്രോബ്ലം 5, 12, 16, 3. ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ 16 കൺസിഡർ ചെയ്യുക. 16 കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഇവിടെ 5 does not divide 16. 16നെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 16 into 2. 16 into 2 32 ചെയ്തു. 32 ചെയ്താലും ആ 5 അതിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം അടുത്ത 16 into 3 ആണ് ചെയ്യേണ്ടത്. പക്ഷേ 5 വന്നിരിക്കുന്നതിനാൽ 5 ഒരു ഫാക്ടർ ആകണമെങ്കിൽ ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആയിരിക്കണം. അപ്പോൾ 0യോ 5ഓ വരണമെങ്കിൽ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ വരികയുള്ളൂ. അപ്പോൾ 80 കിട്ടി. 80 ഡിവൈസറാണ് 5. പക്ഷേ 3 അതിനെ ഡിവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 80 LCM അല്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ 16നെ ഇനി 6 കൊണ്ടാണ് ചെയ്യേണ്ടത്. പക്ഷേ 6 കൊണ്ട് ചെയ്താൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആവില്ല. അതുകൊണ്ട് 5ൻ്റെ മൾട്ടിപ്പിളായ 10 കൊണ്ട് ചെയ്യുക. അപ്പോൾ 160 കിട്ടും. 160 കിട്ടിയാലും അവിടെയും 3 അതിൻ്റെ ഒരു ഡിവൈസർ അല്ല. അപ്പോൾ പിന്നെ അടുത്തത് 16 into 15 ചെയ്യുക. 16 into 15 ചെയ്യുമ്പോൾ 240 കിട്ടും. അപ്പോൾ അതിനെ 16 into 15 ചെയ്താൽ 240 ആണ്. 12 into 20 ചെയ്താൽ 240 ആണ്. 3 into 80 ചെയ്താൽ 240 കിട്ടും. therefore LCM equal to 240. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. ഈ 5 വന്നതിനാൽ നമ്മൾ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് ഒന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 5ൻ്റെ മൾട്ടിപ്പിൾസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഫാക്ടേഴ്സ് ആണെങ്കിൽ അപ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ LCM. ഇങ്ങനെ നമുക്ക് ഏത് നമ്പേഴ്സിൻ്റെ വേണമെങ്കിലും LCM കണ്ടുപിടിക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡും ഡിവിഷൻ മെത്തേഡും ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്.